വെൽക്കം ബാക്ക് ടു ഓൾ ഇൻ വൺ. നമ്മൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഫൈനൽ ഇയർ BCom ക്ലാസ്സുകളും മുൻവർഷ ചോദ്യങ്ങളുമാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ IT തിയറി എക്സാം, കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, ഓഡിറ്റ് ആൻഡ് ടാക്സേഷൻ, കോർപ്പറേഷൻ ഇത്രയും എക്സാം കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് ഓപ്പൺ കോഴ്സും ബാങ്കിങ് പ്രിൻസിപ്പിൾസ് ആൻഡ് ഓപ്പറേഷൻ പിന്നെ പ്രാക്ടിക്കൽ എക്സാമും. നമുക്കിനി വരാനുള്ളത് ഓപ്പൺ കോഴ്സാണ്. ഈ വീഡിയോയിൽ നിങ്ങളുടെ ഓപ്പൺ കോഴ്സായ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ മുൻവർഷ ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ മുമ്പ് ചെയ്ത കോർപ്പറേഷൻ്റെയും ഓഡിറ്റിൻ്റെയും അക്കൗണ്ട്സിൻ്റെയും IT തിയറിയുടെയും വീഡിയോയിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് അതേപോലെ ചോദിച്ച് കണ്ടിരുന്നു. ഇത് ഇങ്ങനെ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. തുടർന്നും നിങ്ങൾക്ക് ആവശ്യമുണ്ട് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കണം. അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് തുടർന്നും വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം. ഇടയ്ക്കിടെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാൻ കാരണം ഈ വീഡിയോ കാണുന്ന പലരും മോർ ദാൻ 50% ആൾക്കാരും ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ തുടർന്നും വീഡിയോ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടും ഷെയർ ചെയ്യുക. അപ്പോൾ ഹ്യൂമൻ റൈറ്റ്സിലെ മുൻവർഷ ചോദ്യങ്ങളായിട്ട് കടക്കാം. മുൻവർഷ ചോദ്യങ്ങളിലോട്ട് കടക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യ നിങ്ങളുടെ ഓപ്പൺ കോഴ്സിൻ്റെ എക്സാം പാറ്റേൺ എങ്ങനെയെന്ന് ആദ്യം പറയാം. പാർട്ട് എയിൽ 2 വെയിറ്റേജിനുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. പാർട്ട് ബിയിൽ നിങ്ങൾക്ക് 1 വെയിറ്റേജിൻ്റെ 4 മാർക്കിൻ്റെ 10 ചോദ്യങ്ങളുണ്ടാവും. അതിൽ നിന്നും തിരഞ്ഞെടുത്ത് 6 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയാൽ മതി. അതേപോലെ പാർട്ട് സിയിൽ 2 വെയിറ്റേജിൻ്റെ അഥവാ 8 മാർക്കിൻ്റെ 8 ചോദ്യങ്ങളുണ്ടാവും. അതിൽ നിന്ന് 4 ചോദ്യങ്ങൾക്ക് മാത്രം നിങ്ങൾ ഉത്തരം എഴുതിയാൽ മതി. അതേപോലെ പാർട്ട് ഡിയിൽ 3 ചോദ്യങ്ങളുണ്ടാവും 16 മാർക്കിൻ്റെ അഥവാ 4 വെയിറ്റേജിൻ്റെ. അതിൽ നിന്നും ഒരെണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. ഇതാണ് നിങ്ങളുടെ പരീക്ഷാ പേപ്പറിൻ്റെ ഘടന ഓപ്പൺ കോഴ്സിൻ്റെ. അപ്പോൾ മുൻവർഷ ചോദ്യങ്ങളിലോട്ട് കടക്കാം.
ഈ മുൻവർഷ ചോദ്യങ്ങളുടെ PDF ഫയൽ കുറച്ച് കഴിഞ്ഞ് ഡ്രൈവിലോട്ട് മാറ്റി ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ആദ്യ കമൻറ്റായും നൽകാം. പറ്റുന്നവർ, അതിനേതായാലും കുറച്ച് സമയമെടുക്കും, പറ്റുന്നവർ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.